നമസ്കാരം. സീരിയൽ ചുടിയുടെ ഓണം സ്പെഷ്യൽ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മുടെ ഗസ്റ്റുകളായിട്ടുള്ളത് ഒരു സുന്ദരി അമ്മയും അതിനേക്കാൾ സുന്ദരിയായിട്ടുള്ള ഒരു മോളുമാണ്. ഞാൻ അന്നും ഇന്നും എപ്പോഴും സുന്ദരിയാണ്. എന്താണ് എനിക്ക് എന്റെ സൗന്ദര്യത്തെ പറയാൻ വാക്കുകളില്ല. ന്യൂജൻ അമ്മയാണോ? അതെ, ഫ്രീക്കിയാണോ? എന്നെ ഫ്രീക്കി ആക്കിക്കൊണ്ടിരിക്കുകയാണ്. പറക്കാൻ പറ്റാത്ത കിളി പൈങ്കിളി അല്ല. അയ്യോ, അമ്മ ഇത്ര ഊളായിരുന്നു. നീ പറയണ്ട, വാ തുറക്കണ്ട. നിനക്ക് ഒരുപാട് ട്രോൾ വരാൻ ചാൻസ് ഉണ്ട്. നീ വാ തുറക്കരുത്, അടിപൊളി. പ്രേമിക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഇഷ്ടം ഇപ്പൊ ഒരാളോട് ഒരു ക്രഷ് തോന്നിയാൽ അത് എന്താ പറയാ, ആണുങ്ങൾക്ക് മാത്രല്ല പെണ്ണുങ്ങൾക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ക്രഷ് എന്ന് പറഞ്ഞാൽ ക്രഷ് തോന്നാം, ഇഷ്ടം എന്ന് പറയാം. പക്ഷേ അതിന് അതിൻ്റെതായ സമയമുണ്ടെന്ന് ഞാൻ പറയാം. അതെ. ഞാനും എന്റെ മോളും ഈ ഓണം സീരിയൽ തുടരും. നമസ്കാരം. സീരിയൽ ചുടിയുടെ ഓണം സ്പെഷ്യൽ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മുടെ ഗസ്റ്റുകളായിട്ടുള്ളത് ഒരു സുന്ദരി അമ്മയും അതിനേക്കാൾ സുന്ദരിയായിട്ടുള്ള ഒരു മോളുമാണ്. ശരിക്കും നമ്മൾ അമ്മേനെ മാത്രമേ വിളിച്ചിട്ടുള്ളൂ, പക്ഷെ മോളും കൂടി വന്നു. അപ്പോൾ നമുക്ക് വെൽക്കം ചെയ്യാം സീരിയൽ പ്രേക്ഷകരുടെ ഇഷ്ടതാരം എന്ന് പറയാൻ പറഞ്ഞു എന്നോട്. അതുകൊണ്ട് ആൻമേരി ചേച്ചി, ആൻമേരി ചേച്ചിയുടെ ഒരേ ഒരു മകൾ നിയ റോസ്. താങ്ക് യു. കൈയടിക്കാൻ വേറെ ആരുമില്ല. ആൻമേരി കളിപ്പിലാണോ? അല്ല, ആൻമേരി എങ്ങനെയാണ്? അരുതാത്ത എന്തെങ്കിലും ചോദിച്ചാൽ കലിപ്പിലാവും. ഭയങ്കരമായിട്ട് പൊട്ടിച്ചിരിക്കുന്ന ആളാണോ? ഇല്ല, മകളോ? പറഞ്ഞു. കൂളാണ്. മകൾ ആദ്യത്തെ ഇന്റർവ്യൂ ആണല്ലോ ഇത്. മറ്റേ നമ്മുടെ ഹോം ടൂറിന്റെ ഒരു ഇതുണ്ടായിരുന്നു, അതിനകത്ത് അവള്. എങ്ങനെയാണ് ഈ അമ്മയും മകൾ അച്ഛൻ്റെ അമ്മയിലെ പോലെ ആണോ? എനിക്ക് കണ്ടപ്പോ അങ്ങനെയാ തോന്നിയത്. ആണോ? ഉർവശി ചേച്ചി, മീര ജാസ്മിനും ഏകദേശം. അമ്മേനെ കുറിച്ച് ഒരു 5 പോസിറ്റീവ് പറഞ്ഞു ആദ്യം തന്നെ. നോക്കണ്ട, പറഞ്ഞോ. പറ. ഒന്നും പറയില്ല. നല്ല കൂളമ്മയാണ്. അമ്മയേക്കാൾ ഉപരി നല്ലൊരു ബെസ്റ്റ് ഫ്രണ്ട് ആണ്. പിന്നെന്താ പറയാ, പറഞ്ഞു പഠിപ്പിച്ചോ? പറഞ്ഞു പഠിപ്പിച്ചോ? ഇല്ല 5 എണ്ണം പറയണം. 5 എണ്ണം പറയണോ? ഓവറോൾ നല്ലതാണ്. ഇനി മകളെ കുറിച്ചുള്ള 5 പോസിറ്റീവ്. അങ്ങനെ അധികം വഴക്ക് പറയേണ്ടി വരത്തില്ല. ആള് ഭയങ്കര ഫ്രണ്ട്ലി ആണ്. എന്ത് കാര്യം ഉണ്ടെങ്കിലും ഓപ്പൺ ആയിട്ട് എൻ്റെ അടുത്ത് വന്ന് പറയും. അതാണല്ലോ ഇപ്പം നമ്മുടെ ഈ ഒരു ജനറേഷനിൽ ഇല്ലാത്തൊരു ഇതാണല്ലോ. നമ്മള് എന്താ പറയാ, നമ്മൾ അത്രയും കൂളായിട്ട് അങ്ങോട്ട് നിൽക്കുന്ന പോലെ തന്നെ അവിടെ ഇങ്ങോട്ട് കൂളായിട്ട് നിൽക്കും. പിന്നെ എന്ത് കാര്യം ഉണ്ടെങ്കിലും ഞാൻ ഇവിടെ ഇല്ലെങ്കിൽ പോലും, ഷൂട്ടിംഗ് ലൊക്കേഷനിലാണെങ്കിൽ പോലും അവള് മെസ്സേജ് അയച്ചാണെങ്കിലും സ്കൂളിൽ നിന്ന് വന്നു കഴിയുമ്പോഴുള്ള എല്ലാ കാര്യങ്ങളും പറയും. അതാണല്ലോ ഏറ്റവും വലിയ പോസിറ്റീവ് ആയിട്ടുള്ള കാര്യം. സ്കൂളിൽ പഠിക്കുന്ന കൊച്ചാണ്. എന്താ പഠിക്കണേ? +1 എന്താ പഠിക്കുന്നേ? സയൻസ്, ബയോ ഐ പി എന്നൊക്കെ പറയുന്നത് എനിക്കൊക്കെ പുതിയ കേട്ടോ. ഞാൻ പഠിക്കുമ്പോൾ ബയോളജി, കമ്പ്യൂട്ടർ സയൻസ് അങ്ങനെ മാത്രമേ ഉള്ളൂ. എന്താണ് ഈ ബയോളജി ഐ പി? എന്താ ഐ പി എന്ന് പറഞ്ഞാൽ കമ്പ്യൂട്ടർ ബേസ്ഡ് ആണ്. മാത്സ് ഉണ്ടാവില്ല. ഒന്നും സംസാരിക്കില്ലേ? സ്റ്റാർട്ടിംഗ് ട്രബിൾ ആണ്. ഒരു സായ് പല്ലവിന്റെ ലുക്ക് ഉണ്ട് കേട്ടോ കാണാൻ. ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? അവക്ക് കൂടുതലും ഇൻസ്റ്റാഗ്രാമിൽ കമന്റ് അങ്ങനെ വരാറുണ്ട്, സായ് പല്ലവി ലുക്ക്. പിന്നെ എന്റെ കൂടെ ഉള്ള എന്റെ കോ ആർട്ടിസ്റ്റുകളൊക്കെ പറഞ്ഞിട്ടുണ്ട്. കണ്ണാടിയിൽ നോക്കുമ്പോ തോന്നാറുണ്ടോ? ഇല്ല, കണ്ണാടി നോക്കാറുള്ളത്. എനിക്ക് നേരത്തെ വന്നപ്പോ എന്റെ അടുത്ത് പറഞ്ഞു, ചേച്ചി എന്നെ കാണാൻ സായ് പല്ലവിനെ പോലെ ഇല്ല. അപ്പൊ ഞാൻ വെച്ച് എവിടെ വിടാൻ പറഞ്ഞു, ഈ ഫോട്ടോയിലെ പോലെ. ഞാൻ പറഞ്ഞിട്ടില്ല. ഇത് മനഃപൂർവ്വം. നിങ്ങൾ കോട്ടയംകാരാണല്ലോ, അപ്പൊ നിങ്ങൾ ഓണം എങ്ങനെയാ? ഞങ്ങളുടെ ഓണം എന്ന് പറഞ്ഞ ഓണം ഞങ്ങളുടെ ഓണം എന്ന് പറഞ്ഞാൽ എനിക്ക് പഴയ കാലത്തെ ഓണം എനിക്ക് നല്ല മെമ്മറിയിൽ ഉള്ള ഒരു ഓണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പണ്ട് നമ്മള് അവിടെ എന്ന് പറയുമ്പോൾ നാട്ടും പ്രദേശമാണല്ലോ. എല്ലാ ഓണത്തിനും ക്രിസ്മസിനും എല്ലാ ഫംഗ്ഷനും ഞങ്ങള് മമ്മിയുടെ വീട്ടിലായിരിക്കും. മമ്മിയുടെ വീട് എരുമേലി മുക്കുട്ടുതറ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. അപ്പൊ അവിടെ നമ്മള് കസിൻസ് എല്ലാവരും ഒത്തുകൂടുന്ന. അവർ 9 മക്കളാണ്. ചേച്ചി ഇപ്പൊ എത്ര വർഷം പുറകോട്ട് പോയി? 50 വർഷം. എന്നെ ഇങ്ങനെ അപമാനിക്കാനാണ് വിളിച്ചു വരുത്തുന്നതെന്നുണ്ടായിരുന്നെങ്കിൽ ഞാൻ ഈ ഓണം സ്പെഷ്യൽ എപ്പിസോഡിൽ വരത്തില്ലായിരുന്നു. കണ്ടാൽ എത്ര പറയും? അത് പറഞ്ഞിട്ട് ഞാൻ ഇനി ബാക്കി പറയാം. കണ്ടാൽ എത്ര പറയും? 27.
സുഖിച്ചു. ഒന്നൊരു രഹസ്യം പറയട്ടെ, 40 വയസ്സാവാറായി. നമുക്കറിയാം. പറയച്ചു ഓണം എങ്ങനെയാ? കുട്ടിക്കാലത്തെ ഓണമാണ് എനിക്ക്. ഞാൻ പറഞ്ഞില്ലേ, മെമ്മറിയിലുള്ള ഓണം എന്ന് വെച്ചാൽ നമ്മൾ കസിൻസ് എല്ലാവരും കൂടെ കൂടുന്നു. നമ്മൾ ഇപ്പോഴത്തെ പോലെ എന്താ പറയുക, പൂക്കൾ നമുക്ക് വാങ്ങാനൊന്നും അന്ന് കിട്ടത്തില്ലല്ലോ. പോയി എല്ലാവരും കൂടെ പോയി പറിച്ച് എല്ലാ ദിവസവും പൂക്കളം ഇടുന്നു. ആ 10 ദിവസവും നമ്മൾ മമ്മിയുടെ വീട്ടിലെല്ലാവരും കൂടെ എൻജോയ് ചെയ്യുന്നു. സദ്യയൊക്കെ ഉണ്ടാക്കുന്നു. ചേച്ചി ഉണ്ടാക്കാറുണ്ടോ സദ്യ? ഒരു പ്രാവശ്യം ഉണ്ടാക്കിയിട്ടുണ്ട്. ഈ സദ്യയിലെ വിഭവങ്ങൾ എന്തൊക്കെയാ അവിടെ കോട്ടയം സൈഡ്? എല്ലാം ഇത് നമ്മുടെ ഇവിടെ ഉള്ള പോലെ തന്നെ നോൺ വെജ് ഒന്നുമില്ല, വെജ് തന്നെ. ചിലടത്ത് നോൺ വെജും ഉണ്ടാവില്ല, പക്ഷെ ഞങ്ങൾക്ക് വെജ് ഫുൾ കംപ്ലീറ്റ്ലി നമുക്ക് വെജ് ആയിട്ട്. നമ്മൾ എന്താ പറയാ, സദ്യ എന്ന് പറയുമ്പം കാളൻ, ഓലൻ, അവിയല്, കിച്ചടി, പച്ചടി എല്ലാം ഉണ്ടല്ലോ, സാമ്പാറ്. എന്താ ഇഷ്ടപ്പെട്ട ഐറ്റം വിഭവം സദ്യയില്? എല്ലാം ഇഷ്ടമാണ്. സദ്യ തന്നെ ഇഷ്ടമാണ്. ഇവക്ക് ഏറ്റവും കൂടുതൽ സദ്യ ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ്. പിന്നെ എനിക്ക് തോന്നുന്നു നോണിനേക്കാൾ കൂടുതൽ പുറത്തു പോകുമ്പം ഞങ്ങളുടെ ഇവിടുത്തെ സ്പെഷ്യൽ ഒരു ഇതെന്ന് പറഞ്ഞാൽ വൃന്ദാവനിൽ പോവാന്നുള്ളതാണ്. വൃന്ദാവനിലെ സദ്യ ഇഷ്ടമാണ്. പിന്നെ കൂടുതലും നെയ്റോസ്റ്റ്. രണ്ടുപേരും വെജിറ്റേറിയൻ ആണോ? അല്ലല്ല, ഞങ്ങൾ കംപ്ലീറ്റ്ലി നോണാണ് കഴിക്കുന്നത്. പക്ഷെ നമുക്ക് ഇടയ്ക്ക് സദ്യ കഴിക്കാൻ തോന്നൂല. അപ്പൊ നമ്മള് വൃന്ദാവനിൽ പോകുന്നു, നമുക്ക് നല്ല സദ്യ അവിടെ നിന്ന് കിട്ടുന്നുണ്ട്. ഈ അച്ചാറ്റുമാര് പൊതുവെ ഒരു കള്ളിനോടൊക്കെ താല്പര്യമുള്ള ആളുകളാണല്ലോ. ഇപ്പൊ ഓണത്തിന് എണ്ണം അടിക്കുക അങ്ങനത്തെ പരിപാടിയൊക്കെ ഉണ്ടോ? കിട്ടിയടിക്കും. ഏതാണ് ഇഷ്ടപ്പെട്ട ബ്രാൻഡ്? അതൊന്നും പറയത്തില്ല. തമ്മനയിലും കൊടുക്കാനാ? അത് വേണ്ടട്ടോ, ആ തമ്മനയില് വേണ്ട. നമുക്ക് ഓണത്തിന് വേറെ തമ്മനയില് മതി. എന്താ പറയാ, കള്ളു കുടിച്ചിട്ടുണ്ടോന്ന് വെച്ചോണ്ട് ഫാമിലി എല്ലാവരും ഫ്രണ്ട്സ് കഴിച്ചിട്ടൊക്കെ ഉണ്ട്. ഫ്രണ്ട്സിന്റെ കൂടെ കഴിക്കാറുണ്ട്. പിന്നെ ബ്രാൻഡൊന്നുമില്ല, എല്ലാ ബ്രാൻഡും പോകും. എങ്ങനെയാണ് നിങ്ങൾ ആൾക്കാർ എങ്ങനെയാണ് നിങ്ങൾ അമ്മയും മോളും വൈബ് എങ്ങനെയാ വീട്ടില്? ഞങ്ങൾ ഇതുപോലൊക്കെ തന്നെയാ. പക്ഷെ എന്നും പറഞ്ഞോണ്ട് നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ട കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കണം. വഴക്ക് പറയേണ്ട കാര്യങ്ങൾ വന്നു കഴിഞ്ഞാൽ വഴക്ക് പറയാറുമുണ്ട്. പക്ഷെ എനിക്ക് ഇതുവരെ അങ്ങനെ തല്ലേണ്ട ഒരു അവസ്ഥയൊന്നും വന്നിട്ടില്ല. ന്യൂജൻ അമ്മയാണോ? അതെ. ഫ്രീക്കിയാണോ? ആണ്. എന്നെ ഫ്രീക്കി ആക്കിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് ആദ്യം ഒരു ഗെയിമിലേക്ക് പോവാം. നമുക്ക് കുറച്ചുകൂടെ സംസാരിക്കാം. എൻ്റെ അടുത്ത് മോള് വരുമ്പം പറഞ്ഞു, ചേച്ചി എനിക്ക് അങ്ങനെ ഇന്റർവ്യൂവില് വലുതായിട്ട് സംസാരിക്കാനൊന്നും പറ്റില്ല, ഗെയിമൊക്കെ ആണെങ്കിൽ ഓക്കെ ആന്ന് പറഞ്ഞു. അപ്പൊ നമുക്ക് തന്നെ ഫസ്റ്റ് ഒരു ഗെയിം കളിക്കാം. ബലൂണൊക്കെ ഊതാറുണ്ടല്ലോ അല്ലേ? അപ്പൊ നമുക്ക് ബലൂൺ ഊതി വീർപ്പിക്കാം. ഭയങ്കര ഇവിടെ ശ്വാസം മുട്ടി. ആരാണ് അമ്മയും മോളിൽ സ്ട്രോങ്ങസ്റ്റ് നമുക്ക് നോക്കണം. അതവളായിരിക്കും. അപ്പൊ നമുക്ക് ഗെയിം. എനിക്ക് ഇത്ര പ്രായമൊക്കെ ആയില്ല. ഒന്നാമത് തുടങ്ങിയപ്പോ തന്നെ എന്റെ പ്രായം പറയിപ്പിക്കുകയും ചെയ്തു. ചേച്ചി മഞ്ജു വാര്യർ പോലും പ്രായം തുറന്നു പറഞ്ഞിട്ടുണ്ട്. ചേച്ചി എല്ലാ ആളുകൾക്കും ഒരു ഇൻസ്പിറേഷൻ ആവണം. അപ്പൊ നമുക്ക് ഗെയിമിലേക്ക് പോവാം. എന്നാ നിന്റെ പ്രായം എന്ന് പറഞ്ഞു. ഇതാണ് നമ്മളെ ബലൂൺ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ഈ ബലൂൺ ഈ ഒരു സൈസിലേക്ക് ഊതി വീർപ്പിക്കണം. എത്രയാണ്? 1 മിനിറ്റിൽ നിങ്ങൾക്ക് എത്രയാണോ പറ്റുന്നത് അത്ര ബലൂണുകൾ. അങ്ങനെയൊന്നുമില്ല, ചിലപ്പോ 1 മിനിറ്റിൽ ചേച്ചി 100 എണ്ണൊക്കെ ഊതിന്ന് വരും. എന്നിട്ട് തന്നെ ഒരു ആംബുലൻസ് കൂടെ ഒന്ന് വിളിച്ചു വരുത്തുക. കുഴപ്പമില്ല, നമുക്ക് വിളിക്കാം. എന്റെ പൊന്നു ചേച്ചി എങ്ങനെയാണ്, ഫണ്ണടിക്കുന്ന ആളാണ്? അത്യാവശ്യം. അപ്പൊ നമുക്ക് ഗെയിം സ്റ്റാർട്ട് ചെയ്യാം. ചെയ്യാം. വിസിലൊന്നും ഇല്ല ഊതാൻ വേണ്ടിട്ട്. കൈ അടിച്ചോ? റെഡി, 1 2 3 സ്റ്റാർട്ട്. അമ്മ ചുവപ്പ് ബലൂൺ എടുക്കുന്നു, മകൾ വെള്ള ബലൂൺ എടുക്കുന്നു, മകൾ വെള്ള ഡ്രസ് ഇട്ട. മകൾ വെള്ള. അമ്മയാണോ മകളാണോ? പറ്റലില്ല. ഇല്ല ഇല്ല ഇല്ല, അങ്ങനെയൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അമ്മയാണോ മകളാണ്? ഇത് ഇതേ ഷേപ്പിലേക്ക് നമുക്ക് വേണം. എനിക്ക് ഊതാൻ പറ്റുന്നില്ല. അമ്മയാണോ മകളാണോ? കുറച്ച് ഊതിയാൽ ഈ ഒരു കോമ്പറ്റീഷനിൽ വിജയിക്കാൻ നമുക്ക് നോക്കാം. വേറെ ബലൂൺ എടുക്കൂ. മതിയോ? ഇല്ല ഇല്ല, നമുക്ക് ഈ ഷേപ്പ് തന്നെ കിട്ടണം. ആ ഷേപ്പ് കിട്ടണമെന്ന് ഈ ഷേപ്പ് ആയി പോയി. ഊതാൻ പറ്റുന്നില്ല. റെഡി, കമോൺ കമോൺ കമോൺ. നീ ഊതിക്കോ, വലിച്ചേർപ്പിക്കും.
എങ്ങനെ ഊതിയാ? ഞാൻ എന്റെ concentration ഞാൻ ഇത്ര ഊതിക്കട്ടെ. അയ്യോ, എന്റെ balloon. കയ്യേറ്റ് നമ്മൾ അനുവദിക്കുന്നത്. ആദ്യം കാണിച്ച കഷ്ടോടെ ഞാൻ ജയിച്ചു കേട്ടോ ഈ ഗെയിമിൽ. ഇല്ല അങ്ങനെ മതി. എടുത്തോണ്ട് പോയി. ഇല്ല അത് ഫെയിൽ ആട്ടോ. നമ്മൾ ഒരു ബലൂൺ ക്യാൻസൽ ചെയ്തു. അമ്മയാണ് ഈ ഒരു ഗെയിമിൽ മുന്നേറുന്നത്. രണ്ടാമത്തെ ബലൂണായി അമ്മ. പി കുന്ന പോലെയാണ് മക്കളെ ബലൂൺ. സായി പല്ലവി ഇതൊക്കെ വിളിച്ച് നാളെ പറ്റുന്നത്ര ഞാൻ ചെയ്യാം കേട്ടോ. കപ്പാസിറ്റി ഇല്ല. അയ്യോ, എന്റെ balloon. കെട്ടാൻ പറ്റുന്നില്ല. നല്ല നെയില് കേട്ടോ ചേച്ചി. നീ ഒന്നും മിണ്ടാതെ തരുന്നേ. കോൺസെൻട്രേഷൻ കളയാതെ. കെട്ടാൻ പറ്റുന്നില്ല. കെട്ടാൻ ആരെങ്കിലും വരുമോ? ഇത്ര മതിയോ? അത്ര മതി. ഇത് കെട്ടാൻ പറ്റുന്നില്ല. ഇത് 1 മിനിറ്റ് ഒക്കെ കഴിഞ്ഞു കേട്ടോ. 1-1 രണ്ടുപേരും നിൽക്കാണ്. ചേച്ചി വയലറ്റ് ബലൂണും മകൾ പച്ച ബലൂണും. നീ കളർ പറയുമ്പോ തന്നെ പോത്. എങ്ങനെയാ പഠിക്കുന്നത്? ഷേപ്പൊക്കെ മാറി. ഞാൻ മടുത്തു. ഇത് പറ്റുന്നില്ല. ഇതാ അമ്മ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. മകൾ ഇതേ സ്കൂളിൽ പഠിക്കുന്ന കുട്ടിക്ക് ഒരു ബലൂൺ വീർപ്പിക്കാൻ അറിയില്ല എന്ന് പറഞ്ഞാൽ അതിൽ പറയാൻ നാണക്കേടില്ല കേട്ടോ. അയ്യോ, അത് അമ്മ 3 മകൾ ഒന്നുപോലും ആയില്ല. നിനക്ക് ഞാൻ പണി തരാം കേട്ടോ. ശ്വാസം വരുന്നില്ല. ശ്വാസം ഇല്ലേ കുട്ടിക്ക്? അമ്മയും മകളും പച്ച കളർ ബലൂണാണ് വീർപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. യെസ് ഇതാ മകൾ പഠിച്ചു കഴിഞ്ഞു എങ്ങനെ ബലൂൺ വീർപ്പിക്കണം എന്നുള്ളത്. ആഞ്ഞൂത്. എനിക്ക് ഇത്ര ശ്വാസമൊക്കെ ഉള്ളൂ. ഗെയിം പറ്റൂല. എനിക്ക് തോന്നുന്നു ധ്യാൻ ശ്രീനിവാസിന്റെ ഏതോ വകയില് പെങ്ങളായി വരും തോന്നുന്നു കേട്ടോ. ആര്? തഗ് മറുപടികളാ പറയുന്നേ. കെട്ടാൻ പറ്റുന്നില്ലല്ലോ. ഇത്ര വലിയ നഖമൊന്നും വെച്ച് വരരുത് അതാണ് പ്രശ്നം. ഇന്റർവ്യൂവിനൊന്നും. നിനക്ക് ഞാൻ പണി തരാവേ. നീ വെയിറ്റ്. ഒരു 2 ഊതി കാണിക്ക്. ഇല്ല ഞാൻ ഗെയിം കൊടുക്കുന്ന ആളാ. ബിഗ് ബോസ് ആണ്. ഇത് താഴെ പോയാലും കുഴപ്പമൊന്നുമില്ലല്ലോ. ഇല്ല. നമുക്ക് എടുക്കാലോ. ഇത് അമ്മ മാത്രമേ ഊതുന്നുള്ളൂ കേട്ടോ. നീ ഊതിയ ബലൂൺ പറന്നു പോയോ? ഇപ്പൊ രണ്ടുപേരും വാശിയേറിയ പോരാട്ടത്തിലാട്ടോ. ഇനി നമുക്ക് ചേച്ചിയുടെ ഇന്റർവ്യൂ എടുക്കാം. മകള് മാറിയിരുന്ന് ഈ മുഴുവൻ ബലൂൺ ഊതി ഊർപ്പിക്കട്ടെ. ഞാനൊന്ന് പഠിച്ചു വരുവാ. ഇതെല്ലാം കഴിഞ്ഞ് നമുക്ക് പണി കൊടുക്കാം. ചേച്ചി പോയി ഊതാ കിട്ടുന്നത്. അയ്യോ, ഞാൻ എത്രയെണ്ണം വേർപ്പിച്ചു? 4 എണ്ണം വേർപ്പിച്ചിട്ടോ. ഇത് നമ്മൾ ലാസ്റ്റ് ആ ബലൂൺ ആട്ടോ. രണ്ടുപേരുടെ കയ്യിലിരിക്കുന്നത്. ഇതിൽ ആരാണ് ആദ്യം ഊതി ഉറപ്പിക്കുക അവരാണ് നമ്മളുടെ വിന്നേഴ്സ്. റെഡി 1 2 3 സ്റ്റാർട്ട്. പച്ചയും ചുവപ്പും നീലയും ചുവപ്പും കുറച്ച് വരട്ടെ. അങ്ങ് ആഞ്ഞു വീശ്. ഞാൻ ചേച്ചി. അതാണ് അമ്മ മനസ്സ്. മകള് ഊതി വീർപ്പിക്കട്ടെ എന്ന് വിചാരിച്ച് അമ്മ ഇതാ മാറി തന്നിരിക്കും. ഊതട്ടെ. ഇനി വേണ്ട. ഇപ്പൊ ആവേശായിട്ടോ. ഇപ്പൊ പഠിച്ച് നമുക്ക് മകളെ വിജയം പ്രഖ്യാപിക്കാം അല്ലേ? പക്ഷെ അതിനു മുമ്പ് ഒരു ടാസ്ക്. പോയി. ഞാൻ ചേച്ചി. അപ്പൊ നമുക്ക് ഒരു മിനിറ്റ്. ഇത്രയും നേരം ഞങ്ങളെ ഓരോന്നൊക്കെ പറഞ്ഞ് ബലൂൺ വേർപ്പിച്ചല്ലോ. ചേച്ചി തൊണ്ടവേദന അത് കുഴപ്പമില്ല. തൊണ്ടവേദനയൊക്കെ അവിടെ ഇരിക്കട്ടെ. ഇന്നലെ ഇനി ചാറ്റ് നിനക്കൊരു പഠിച്ചതിന്റെ task. ഇതിൽ എനിക്ക് വയ്യ. അല്ല, ഇത് നീ വീർപ്പിക്കണം. വീർപ്പിച്ചേ പറ്റുള്ളൂ. വീർപ്പിക്ക്. ചുമല കൊടുക്ക. ചുമല ഡ്രസ്സിട്ടാക്ക്. ചുമല. ഇതൊക്കെ എനിക്ക് സിമ്പിൾ ആണ്. ഓക്കെ കാണിക്കൂ. എനിക്ക് ഒന്ന് ഇവര് ഈ ബലൂണിൽ ഒട്ടയിട്ടിട്ടാണ് ഇതാണ്. വീർപ്പിക്ക്. മോള് വീർപ്പിക്ക്. എങ്ങനെ അടിച്ചിട്ട് ഇപ്പോഴത്തെ ആൾക്കാരൊക്കെ എങ്ങനെ
മനസ്സിലായ കഷ്ടപ്പാട് മനസ്സിലായ കഷ്ടപ്പാട് മനസ്സിലായ പോരട്ടെ 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 വലിക്കരുത്, ഊതണം. കുറച്ചുകൂടെ കഷ്ടപ്പാട് അവള് മനസ്സിലാക്കണല്ലോ. കഷ്ടപ്പാടുണ്ടോ മോളെ? കമോൺ, പറ്റും. പ്രഷർ കൊടുക്കാതെ ഊതിയാതെ. ഇവിടെ ഇരുന്ന് ഇങ്ങനെ പറയാൻ നല്ലൊരു സുഖമുണ്ടല്ലേ. സ്ട്രോബെറി ഫ്ലേവർ. അല്ല കഷ്ടപ്പാടുണ്ടോ ഇല്ലയോ? ഇതൊക്കെ സിമ്പിൾ. എന്നാ രണ്ടെണ്ണം കൂടെ തരട്ടെ. എന്റെ ലിപ്സ്റ്റിക് ഒക്കെ പോയി തോന്നുന്നു. എന്റെ പോയോ? ഇല്ല എനിക്ക് ആ വാട്ടർ പ്രൂഫ് ആണല്ലേ. എന്റെ പോയോ? മതിയില്ല ഇതിന് ഊരി വിടട്ടെ. കെട്ടോ കെട്ട് ഞാനിവിടെ കൊറേ കഷ്ടപ്പെട്ട്. അല്ല നെയിലാട്ട് ഇതുപോലത്തെ പരിപാടി ഒന്നും വെക്കണ്ട. നഖം പോലും വെച്ചിട്ടില്ല, അപ്പൊ ചെയ്യണം. കമോൺ. ശരി. അപ്പൊ ഈ ബലൂൺ അല്ല ഇത് വളരെ ഈസി ആയിട്ടാണല്ലോ അല്ലേ? അതെ ഇത് ഈ ബലൂൺ ഞാൻ വിജയിച്ച നിയമോക്ക് സമ്മാനമായി അമ്മ കൊടുക്കണം. താങ്ക് യു. ഈ ബലൂൺ വീട്ടിൽ കൊണ്ടുപോകണ്ട, അടുത്ത ഗസ്റ്റിന് കൊടുക്കണം. അതൊക്കെ അത്ര ഉള്ളു. അപ്പൊ ചേച്ചി കൊറേ കാലമായില്ലേ എറണാകുളത്തേക്ക് വന്നിട്ട്? ഈ ഫ്ലാറ്റിലെ ഓണം, ലൊക്കേഷനിലെ ഓണം ഒക്കെ എങ്ങനെയാ? ലൊക്കേഷനിലെ ഓണം അടിപൊളിയാണ്. പക്ഷെ ആ സമയത്ത് നമ്മൾ ചിലപ്പോ വീട്ടിലുള്ളവരെ മിസ് ചെയ്യും. എനിക്ക് തോന്നുന്നു ഞാൻ 2 ഓണം മാത്രമേ ലൊക്കേഷനിൽ, മാക്സിമം ഞാൻ എനിക്ക് വീട്ടില് അമ്മ കൊച്ച്, അപ്പം ഞാൻ കുറച്ച് വീടുമായിട്ട് ഭയങ്കര അറ്റാച്ച്ഡ് ആയിട്ടുള്ള, കുറച്ചല്ല നല്ല രീതിയിൽ അറ്റാച്ച്ഡ് ആയിട്ടുള്ള ഒരാളാണ്. അപ്പൊ എനിക്ക് കസിൻസ് വരും, പിന്നെ മമ്മി മോള്, അപ്പൊ ഞങ്ങള് സിനിമ കാണാൻ പോകും. അങ്ങനെയുള്ള ഓണം അതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. അങ്ങനെയാ. പിന്നെ ലൊക്കേഷനിലെ ഓണം നല്ലതാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ ആർട്ടിസ്റ്റുകളും ഉണ്ടല്ലോ, ഓൾ ക്രൂ ആർട്ടിസ്റ്റുകൾ മാത്രമല്ല, അവിടുത്തെ എല്ലാ ക്രൂ മെമ്പേഴ്സും എല്ലാരും കൂടെ എന്താ പറയാ, എല്ലാരും സദ്യ ഒരുമിച്ച് കഴിക്കുക, പിന്നെ കുറെ ഗെയിമുകൾ കൈട്ട് വാരുക, ഗെയിമുകൾ ഉണ്ടാവും. അത് ഭയങ്കര ഫണ്ണാണ്. അമ്മ ഓണത്തിന് വാങ്ങി തന്ന ഏറ്റവും ഇഷ്ടമുള്ള ഒരു ഗിഫ്റ്റ് എന്തായിരുന്നു? എപ്പോഴും ഡ്രസ്സായിരിക്കും. തിരിച്ചെന്താ കൊടുത്തിട്ടുള്ളത്? അവക്ക് എന്താ പറയാ, ഓർണമെന്റ്സ് അങ്ങനെയൊന്നും ഇപ്പോഴത്തെ കുട്ടികളാണല്ലോ, ഇപ്പോഴത്തെ ജനറേഷനിലുള്ള പിള്ളേർക്ക് അങ്ങനെയൊന്നും ഇഷ്ടമല്ലല്ലോ. അവർക്ക് എപ്പോഴും ഡ്രസ്സിനോടാണ് കൂടുതലും. ഞാൻ ഒരു കാര്യം കിട്ടി, ശരിക്കും നിങ്ങളെ കാണുമ്പോഴില്ലേ എനിക്ക് പോലും അസൂയ തോന്നുന്നു. ഇങ്ങനത്തെ ഒരു അമ്മേനൊക്കെ എനിക്ക് കിട്ടിയിട്ടുണ്ടെങ്കിലും ഭയങ്കര ചില്ല അമ്മ അല്ലേ? അതെ, ആണാണ്. ഈ മറ്റേ ഈ പ്രേമത്തിനെ കുറിച്ചൊക്കെ പറയുമ്പോ അമ്മ എന്താ പറയാറ്? അങ്ങനെ പ്രേമിച്ചോ? പ്രായം എങ്ങനെയല്ലേ, അപ്പൊ ലൈക്ക് പ്രേമിക്കുന്ന തെറ്റൊന്നുമില്ലല്ലോ. പ്രേമിക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല. മീൻസ് ഇഷ്ടം, ഇപ്പൊ ഒരാളോട് ഒരു ക്രഷ് തോന്നിയാൽ അത് എന്താ പറയാ, ആണുങ്ങൾക്ക് മാത്രല്ല പെണ്ണുങ്ങൾക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ക്രഷ് എന്ന് പറഞ്ഞാൽ, ക്രഷ് തോന്നാത്തവർക്ക് എന്തോ വേറെ അസുഖം ഉണ്ടെന്ന് ഞാൻ വിചാരിക്കുള്ളൂ. മനസ്സ് ശരിയല്ല, അല്ലെങ്കിൽ അവരെ വേറെ രീതിയിൽ അവർക്ക് എന്തോ അസുഖമുണ്ട്, എന്തോ കാര്യമായിട്ട് കുഴപ്പമുണ്ട്. ക്രഷ് എന്ന് പറയുന്നത് എല്ലാവർക്കും എല്ലാവരോടും തോന്നാം. അപ്പൊ ക്രഷ് തോന്നാം, ഇഷ്ടം എന്ന് പറയാം, പക്ഷേ അതിന് അതിൻ്റെതായ സമയമുണ്ടെന്ന് ഞാൻ പറയാം. അതെ, നമ്മൾ എപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട്, ഈ 40കളിൽ സ്ത്രീകളുടെ പ്രണയം ഭയങ്കര അടിപൊളിയാണെന്ന്. ആയിട്ടില്ല, ആയി കഴിഞ്ഞിട്ട് പറയാം. പിന്നെ 40 കഴിഞ്ഞിട്ടുള്ള ഇന്റർവ്യൂല് പറയുകയാണെങ്കിൽ നമുക്കിനി കുറച്ച് പുസ്തക ചോദ്യത്തിലേക്ക് പോവാം. ഞാൻ തന്നെ കഷ്ടപ്പെട്ടുണ്ടാക്കിയ ക്വസ്റ്റ്യൻസ്. നമുക്ക് അങ്ങോട്ടും തിരിച്ചൊരു ക്വസ്റ്റ്യൻ ചോദിക്കാം. എങ്ങനെയായിരുന്നു നിന്റെ ലൈഫില് നീ ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്തേക്കുന്നത്? കുട്ടിക്കാലത്ത് ഓണമാണോ? ഇപ്പോഴത്തെ ഫുഡല്ല, ഫുഡ് മാറ്റി ഫുഡിന്റെ ഞങ്ങൾ അവിടെ ഓണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എപ്പോഴും ഓണമായാലും വിഷു ആയാലും ബിരിയാണിയാണ് ഞങ്ങൾ ഉണ്ടാക്കുക. എവിടെയാ? കണ്ണൂര്. ഓ, ബിരിയാണിയാണോ? ബിരിയാണി, പപ്പടം, അതിന്റെ സൈഡിൽ ഒരു പൊരിച്ച മീൻ. ഇതാണ് പപ്പടം ഇങ്ങനെ കൊഴിച്ച് കൂട്ടിട്ട് പപ്പടം അതിന്റെ സൈഡിൽ ഒരു പൊരിച്ച മീൻ. ഇതാണ് നമ്മളുടെ ഒരു ഫുഡ് എന്ന് പറയുന്നത്. ഒരു ദിവസം വീട്ടിലേക്ക് വരും, ഉറപ്പായിട്ടും. വിളിച്ചു കേട്ടോ, ഇനി വരും. വരണ്ട, വെറുതെ ഇതിനകത്ത് ഇന്റർവ്യൂല് ഫോർമാലിറ്റി ആയിട്ടൊന്നും വിളിക്കാൻ പറ്റത്തില്ല, ഞങ്ങൾ വന്നിരിക്കും. അപ്പൊ നമുക്ക് പോട്ടോ അവളുടെ വീട്ടില്. ഇവിടെ എറണാകുളത്ത് ഉണ്ടായിട്ട് നമ്മളെ വീട്ടിലേക്ക് വിളിച്ചില്ല. ഞാൻ ഇപ്പൊ വിളിച്ചിരിക്കുന്നു. നിങ്ങൾ എല്ലാവരും അടുത്ത ക്രിസ്മസിന് വീട്ടിലേക്ക് വരണേ. ഓണം അല്ല, ഓണം ഇപ്പം 2027 ക്രിസ്മസിനാണോ ഉദ്ദേശിച്ചത്?
എങ്ങനെ വേണേലും 2027 നിനക്ക് ചിലപ്പോ 2027 കഴിഞ്ഞിട്ട് വന്നാൽ മതി. ചിലപ്പോ അപ്പോഴേക്കും ഞാൻ ഇനിയിപ്പൊ അടുത്ത വർഷം ബിഗ് ബോസിലൊക്കെ പോയാലോ എന്നാ. ചേച്ചി ബിഗ് ബോസ് പോയ എങ്ങനെയായിരിക്കും? ആരെ പോലെ ആയിരിക്കും ഈ സീസണില്? അനുവിനെ പോലെ ആയിരിക്കും. അനുമോളെ പോലെ full time കച്ചറായിരിക്കും. ആണോ? ആരെ പോലെ ആയിരിക്കും അമ്മ പോയി കഴിഞ്ഞാ? അങ്ങനെ ആരെയും പോലെ അല്ല, അമ്മ അമ്മയാണ്. ഡിഫറെന്റ് ആയിരിക്കും. ചേച്ചി അനുമോളെ പോലെ ആയിരിക്കും എന്ന് പറഞ്ഞു. ഇഷ്ടപ്പെട്ട കണ്ടസ്റ്റന്റ് ആരാ? അക്ബറിന്റെ തഗ്ഗൊക്കെ എനിക്ക് ഇഷ്ടമാണ്. അവൻ ഈ എന്താ പറയാ എല്ലാരെ കുറിച്ചും പാട്ടൊക്കെ ഉണ്ടാക്കൂലോ പെട്ടെന്ന്, അതെനിക്ക് ഇഷ്ടപ്പെട്ടു. ചേച്ചി നന്നായിട്ട് കളിക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് ചോദ്യത്തിലേക്ക് പോവാട്ടോ. കുസൃതി ചോദ്യമാണ്, സീരിയസ് അല്ല, PSC അല്ല ഇത്. PSC പരീക്ഷയല്ല? അല്ല അല്ല അല്ല. പിന്നെ എന്ത് പരീക്ഷയാ? ഇതിന് ഈ പരീക്ഷയ്ക്ക് ഒരു പേരിടാവോ? ഇതിന്റെ പ്രൈസ് എന്താന്നറിയോ? എന്താണ്? രണ്ടുപേർക്കും തായ്ലൻഡിൽ ഒരു ട്രിപ്പ് പോവാ, ഇത് വിജയിച്ചു കഴിഞ്ഞാ. എനിക്ക് അറ്റാക്ക് വരുന്നുണ്ടോ ചെറുതായിട്ട്. ഒന്നാമത്തെ, നീ എന്ന വാക്ക് എങ്ങനെയാണ് ഉണ്ടായത്? നീ എന്ന വാക്ക് എങ്ങനെയാണ് ഉണ്ടായത്? മലയാളം പഠിച്ചിട്ടില്ലേ? നീ എന്ന് നമ്മളെല്ലാരും വിളിച്ചാണ് ഉണ്ടായത്. നീ എന്ന വാക്കോ ഞാൻ തമാശ പറഞ്ഞപ്പോ ഇത്ര സീരിയസിലേക്കൊന്നും പോണ്ട. അല്ല വേണ്ട വേണ്ട. നീ എന്ന വാക്ക് നമ്മളെല്ലാരും നീ 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 എടാ എടാ അല്ല 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 തെറ്റിപ്പോയി. നീ എന്ന വാക്കോ? എടി നായുടെ കൂടെ ഒരു വള്ളിയും കൂടി ഇട്ടപ്പോ നീ നായി. അതെ അതെ അതാണ്. ഞാൻ ശരി ഉത്തരം പറഞ്ഞിരിക്കുന്നു. എനിക്ക് നമ്മൾ പ്രോഗ്രാം പ്രൊഡ്യൂസർ നേരത്തെ ക്വസ്റ്റ്യൻ അയച്ചു തന്നിരുന്നോ? ഇല്ല. ഏയ് ഞങ്ങൾ ആ ടൈപ്പ് അല്ല. അടുത്തത്, റേഷൻ കടയിൽ കിട്ടാത്ത റേഷൻ. റേഷൻ കടയിൽ പോയി ക്യൂ നിന്നിട്ടുണ്ടോ? റേഷൻ കടയിൽ കിട്ടാത്ത റേഷൻ. നിനക്ക് ഏറ്റവും കൂടുതൽ ട്രോള് വരും. റേഷൻ കടയിൽ കിട്ടാത്ത റേഷൻ. റേഷൻ കടയിൽ കിട്ടാത്ത റേഷൻ. റേഷൻ കടയിൽ എല്ലാ റേഷനും കിട്ടും, പക്ഷെ കിട്ടാത്തൊരു റേഷൻ ഉണ്ട്. അത് ഏത് റേഷനാണ്? മാത്സിൽ പഠിക്കുന്ന റേഷൻ അല്ല. ആക്ച്വലി ഏത് റേഷൻ? പണ്ട് പഠിച്ചതാ. റേഷൻ കടയിൽ കിട്ടാത്ത റേഷൻ വല്ല റിലേഷൻഷിപ്പ് ആണോ ഉദ്ദേശിച്ചത്? അല്ല അല്ല അല്ല. അറിയത്തില്ല. മോഡറേഷൻ. ഓ മോഡറേഷൻ. അടുത്ത ചോദ്യം, പറക്കാൻ പറ്റാത്ത കിളി. പൈങ്കിളി. അല്ല. അമ്മ ഇത്ര ഊളായിരുന്നു. പറക്കാൻ പറ്റാത്ത കിളി. ചേച്ചി പണ്ട് ഇതുപോലെ ഇത് കുസൃതി ചോദ്യമൊക്കെ ഉണ്ടായിരുന്നോ സ്കൂളിൽ പഠിക്കുമ്പോ? രാക്കിളി. അല്ല. ഞാൻ പറയാം. പറക്കാൻ പറ്റാത്ത കിളി. പറക്കില്ല. കിളിമീനായിരിക്കും. ക്രിഞ്ചല്ലേ കിളി. ഞാൻ ചോദ്യം വിചാരിച്ചപ്പോ പോലും പ്രതീക്ഷിച്ചില്ല. കിളി. ഓപ്ഷൻസ് 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 എന്തെങ്കിലും ഒരു ക്ലൂ. അല്ലെ ക്ലൂ. നമ്മൾ ശരീരത്തിലുള്ള ഒരു കിളിയാ. ശരീരത്തിലുള്ള കിളിയോ? ശരീരത്തിലുള്ള കിളിയോ? ശരീരത്തിൽ എന്തൊക്കെ ഉണ്ടെന്ന് നോക്കട്ടെ. അതാണ് 18+ എന്ന് ഞാൻ പറഞ്ഞില്ല കേട്ടോ. അത് നിനക്കറിയാം. കിളി കിളി ശരീരത്തിലുള്ള കിളി. കിളി. മോശം. ചേച്ചി ആലോചിക്കൂ, ചേച്ചിന്റെ റേഞ്ച് വെച്ച് ആലോചിക്കും, അപ്പൊ കിട്ടും. നിന്റെ റേഞ്ചിലേക്ക് എനിക്ക് വരാൻ പറ്റത്തില്ലല്ലോ, അതുകൊണ്ട് എനിക്ക് ആലോചിക്കാൻ സമയം വേണം. അയ്യോ, ഈ ക്വസ്റ്റ്യൻ ഉണ്ടാക്കി ആരാണെങ്കിലും നല്ല ആളാട്ടോ. അപ്പുറം ഇരിക്കുന്നുണ്ട്. അറിയില്ല, പറഞ്ഞു. അറിയത്തില്ല. ഇക്കിളി. ശരീരത്തിന് ഒരു കിളിയാക്കും. വേണ്ട വേണ്ട, എനിക്ക് ഇക്കിളി കുറച്ച് കൂടുതലാ. പ്രായമല്ലോ. അതെ അതെ. അടുത്തത്, ഒരിക്കലും പറക്കാത്ത കാക്ക. അടുത്ത കുറച്ച് വെള്ളം തരുമോ? ഒരിക്കലും പറക്കാത്ത കാക്ക. ഇതുപോലത്തെ ക്വസ്റ്റ്യൻസ് വേറെ മുന്നേ കണ്ടിട്ടുണ്ടോ? മിമിക്രി ചെയ്യോ? കാക്കയുടെ സൗണ്ട് എടുക്കും. എന്ത് ഒരിക്കലും ഒരിക്കലും പറക്കാത്ത കാക്ക.
2 സെക്കൻഡ് സമയം. ഇതൊരു മനുഷ്യനാണ്. സുലൈമാൻ കാക്ക. ഏകദേശം അടുത്തെത്തി. ആ. അവിടെ തക്കോട്ടെ ക്വസ്റ്റ്യൻ ചോദിച്ചാ അവിടെ ഞാൻ പാസ്. എനിക്കറിയില്ല, അറിയത്തില്ല. ഓക്കെ, ഇക്കാക്ക. ഇതെല്ലാം ഞാൻ അല്ല, അത് സുലൈമാൻ കാക്ക, ഇക്കാക്ക. ഓക്കെ. മനുഷ്യൻ ആദ്യമായി ചവിട്ടിയ പാത്രം. ഗർഭപാത്രം. അതൊരു അമ്മയ്ക്ക് അത് മനസ്സിലാവുമല്ലേ? അടുത്തത്, ഒരിക്കലും കായ്ക്കാത്ത മരം. വീട്ടില് മരമൊക്കെ ഉണ്ടോ? ഇല്ല. ഇല്ല, ഫ്ലാറ്റ് അല്ലേ? നേരത്തെ ചോദിച്ചു കോട്ടയത്തെ വീട്ടിലില്ലേ അല്ലേ? മരങ്ങളുണ്ട്. ആ, പറ. ഒരിക്കലും കായ്ക്കാത്ത മരം. ഒരിക്കലും കഴിക്കാത്ത മരം. മഴക്കാറല്ല. അല്ലല്ലോ, മരം, മഴയല്ല, മരം. നീ പറയണ്ട, വാ തുറക്കണ്ട. നിനക്ക് ഒരുപാട് ട്രോൾ വരാൻ ചാൻസ് ഉണ്ട്. നീ വാ തുറക്കരുത്, അടി പഠിക്കും. കാളാ സായിപ്പല്ലേ അതേ ഉള്ളൂ. ഇതൊക്കെ ഒരു ഫണ്ണല്ലേ? അതെ, മരം. ആ, നമ്മൾ റോഡിലൊക്കെ കാണാം ഈ മരം. സമരം. ഇത്ര ബുദ്ധിമതിയായ അമ്മയല്ലേ? അതെ, സമ്മതിക്കണം. എന്നെ അവസാനത്തെ ഒരു ക്വസ്റ്റ്യൻ കൂടി. എനിക്ക് എന്നിൽ തന്നെ അഭിമാനം തോന്നി. സിനിമകളിൽ ഇല്ലാത്ത ആക്ഷൻ. സിനിമകളിൽ ഇല്ലാത്ത ആക്ഷൻ. ചേച്ചി അഭിനയിക്കുന്നതുകൊണ്ട് ഇത് നമുക്ക് ഉത്തരം പറയേണ്ട ഭയങ്കര ആവശ്യമാണ് കേട്ടോ. പറഞ്ഞോളൂ. ആക്ഷൻ. ആക്ഷൻ കട്ട് പറയുന്ന ആക്ഷൻ അല്ല, അത് സിനിമകളിലുള്ള ആക്ഷൻ ആണല്ലോ. ഇതിലും കൂടി ഒരു ക്ലൂ. ഇല്ല, ഇത് ക്ലൂ പറഞ്ഞാൽ പെട്ടെന്ന് കിട്ടും. ക്ലൂ. മെഡിക്കൽ ഷോപ്പിലുണ്ടാവും. റിയാക്ഷൻ ആണോ? അല്ല, അല്ല, അത് ഇതാണല്ലോ. മെഡിക്കൽ ഷോപ്പിലുള്ള ആക്ഷനോ? ആലോചിക്ക്, ഇത്ര ബുദ്ധി ഇല്ലേ? മെഡിക്കൽ ഷോപ്പിലുള്ള ആക്ഷൻ. ഇഞ്ചക്ഷൻ. ഹോസ്പിറ്റലല്ലേ വെറുതെ? അല്ല, ഒരു മെഡിക്കൽ ഷോപ്പിലുള്ള ആക്ഷൻ. വിക്സ് ആക്ഷൻ. കറക്റ്റാ? ആണോ? എന്നിട്ടാണോ ഇങ്ങനത്തെ റിയാക്ഷൻ? വിക്സ് ആക്ഷൻ. ഓ, ഇതെനിക്ക് അറിയില്ലായിരുന്നു. പറ്റില്ല. കളകളി. എന്താ ചിരിക്കുന്നത്? ഒന്നുമില്ല. ചേച്ചി ചെറുപ്പത്തിലെ സുന്ദരിയായിരുന്നു അല്ലേ? ഞാൻ അന്നും ഇന്നും എപ്പോഴും സുന്ദരിയാണ്. എന്താണ് ചേച്ചി എനിക്ക് എന്റെ സൗന്ദര്യത്തെ കുറിച്ച് എനിക്ക് എന്താ പറയാ, പറയാൻ വാക്കുകളില്ല. എന്താണ് ഈ സൗന്ദര്യത്തിന്റെ രഹസ്യം? എന്താ? അങ്ങനെ പ്രത്യേകിച്ച് രഹസ്യങ്ങളൊന്നും ഇല്ല. എന്തെങ്കിലും പറ. എന്തെങ്കിലും പറയാൻ അങ്ങനെ പ്രത്യേകിച്ച് രഹസ്യങ്ങളൊന്നും ഇല്ല. ഈ സൗന്ദര്യം മാത്രമാണോ, കാഴ്ച ശക്തി ഉണ്ടോ, നമ്മളൊന്ന് പരിശോധിക്കാൻ പോവാ. എന്താണ് അടുത്ത ഗെയിം? അടുത്ത ഗെയിം എന്ന് പറയുന്നത് സിമ്പിൾ ആണ്. നമ്മൾ വീട്ടിലെല്ലാം ചെയ്യുന്ന ഒരു കാര്യമാണ്. വീട്ടിൽ നമ്മളൊരു ഡ്രസ്സ് കീറിയ എന്താ ചെയ്യാ? തുന്നും. അപ്പൊ സൂചി നൂലും പറക്കാം. ഇതില് ഞാൻ പെട്ടു മോളെ. എനിക്ക് കാഴ്ചശക്തി ഉണ്ട്. അത് നമുക്ക് അറിയാലോ, അത് നമുക്ക് എല്ലാരും കാണിക്കണം. പണിയാണ്. അപ്പൊ രണ്ടുപേർക്ക് സൂചി കയ്യിൽ കിട്ടി. ഇനി കോർത്തോള്. നേരത്തെ മത്സരത്തിൽ മകളാണ് ജയിച്ചത്. അത് നമുക്കറിയാലോ. എനിക്ക് കണ്ടു കാണുന്നില്ലേ? ഞാൻ ഇങ്ങനെയൊക്കെ പിടിച്ചിട്ട് ഓർക്കണം. അയ്യോ, ഞാൻ കോർത്ത് പറ്റൂലട്ടാ. കറക്റ്റ് അതിലത്തേക്ക് തന്നെ നൂല് കൊണ്ടുവരണം കേട്ടോ, എന്നാലേ തായ്ലാൻഡിലേക്ക് ട്രിപ്പ് ഉള്ളൂ. വെറുതെ ചുമ്മാ കൊതിപ്പിക്കല്ലേ മോളെ. കേറുന്നില്ല. ഇത് കേറുന്നില്ല കേട്ടോ. അങ്ങോട്ട് ചെയ് കുമാരേട്ടാ. ചിരിക്കാൻ മാത്രം അറിയാം പെണ്ണിന്. തിരിച്ചും ഞാൻ പണി തരും കേട്ടോ. എന്റെ ജസ്റ്റ് കേറിയത് ഇപ്പൊ 2 മിനിറ്റ് മാത്രം സമയമുള്ളൂ കേട്ടോ. ചെയ്യേണ്ടതാ. 2 സെക്കൻഡ്. ചേച്ചി പോയി. ഞാനും ചെയ്തു.
ഞാനാ ഫസ്റ്റ്. ഓക്കെ ഫസ്റ്റ്. അപ്പൊ നമുക്ക് ഇനി ഇപ്പൊ ഇത് ഗിഫ്റ്റ് ആയിട്ട് തായ്ലൻഡിലേക്ക് ഈ പരിപാടി കഴിഞ്ഞു കഴിഞ്ഞാൽ ആരെങ്കിലും സ്പോൺസർമാർ വരും. അപ്പൊ തരാം. അപ്പൊ 2 മത്സരങ്ങളിലും വിജയിച്ചത് നമ്മളെ മകളാണ്. നിയക്കുട്ടിയാണ് 2 മത്സരത്തിലും വിജയിച്ചത്. അപ്പൊ നിയക്കുട്ടിക്ക് വലിയൊരു കയ്യടി. പക്ഷെ എനിക്ക് പറയാനുള്ളത്, ഇതുപോലൊരു അമ്മയെ നമ്മളെല്ലാരും കൊതിക്കുമല്ലേ? അതെ, ഉറപ്പായിട്ടും. അപ്പൊ ഇതുപോലൊരു മകളെ ഇത്രയും സ്നേഹത്തോടെയും സന്തോഷത്തോടെയും കോൺഫിഡൻസോടു കൂടി വളർത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിന് നമ്മൾ നല്ലൊരു ഗിഫ്റ്റ് തരികയാണ്, മകളുടെ സമ്മതത്തോടു കൂടി കേട്ടോ. കൊടുക്കത്തോട്ടെ? കൊടുത്തു. അപ്പൊ ഇതാണ് നിങ്ങൾക്ക് 2 പേർക്കുള്ള ഒരു ഓണ സമ്മാനം. പക്ഷെ മകളുടെ സമ്മതത്തോടെ ഞങ്ങൾ അമ്മക്ക് കൊടുക്കുന്നു. താങ്ക് യു സോ മച്ച്. ഇഷ്ടമായോ? ഇഷ്ടായി. അപ്പോ മകള് ജയിച്ചു, പക്ഷെ നമ്മൾ അമ്മക്ക് ഗിഫ്റ്റ് കൊടുത്തു. നമ്മൾ കൊടുത്ത ഗിഫ്റ്റാ. ഇനി മോക്ക് എന്താണ് അമ്മക്ക് കൊടുക്കാനുള്ള ഒരു ഓണ സമ്മാനം? ആലോചിക്കേണ്ടി വന്നില്ല കേട്ടോ, അപ്പൊ തന്നെ കൊടുത്ത് ഹൃദയത്തിൽ നിന്ന് വന്നൊരു ഉമ്മയാണ്. എന്റെ ചക്കരയാ. തിരിച്ചു കൊടുത്തോ? തിരിച്ചു കൊടുത്തു. അപ്പൊ ചേച്ചി ഇത്രയും സമയം നമ്മളുടെ കൂടെ ഇരുന്നു, നമ്മളോട് കുറെ സംസാരിച്ചു, ഫണ്ണായിരുന്നു മൊത്തം. അതെ, ഒരുപാട് എല്ലാവരും അതെ ഇവിടെ ഇരിക്കുന്ന നമ്മളെല്ലാവരും ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്ത് നമ്മൾ ചിരിച്ചു. നമുക്ക് ഇനിയും നമ്മൾ ഓണം ആഘോഷിച്ചു. അതെ. അപ്പൊ നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി ചേച്ചി ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആളുകളുണ്ട്. ഇപ്പൊ മകളെയും ആ ഒരു ഇഷ്ടത്തിലേക്ക് കൊണ്ടുവന്നിരിക്കുകയാണ്. ഒരു ഓണാശംസകൾ. എന്റെ എല്ലാ പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. ഇതുവരെ തന്ന സപ്പോർട്ട് ഇനിയും ഉണ്ടാവണം. മോനും ഓണാശംസകൾ. അപ്പൊ ആൻ ചേച്ചി ഇത്തവണ നമ്മളുടെ കൂടെ മകളെയും കൂട്ടി ഓണം ആഘോഷിച്ചു. ഇനി അങ്ങോട്ട് ലൈഫ് ഫുൾ കളർ ആവട്ടെ, എല്ലാവിധ സന്തോഷങ്ങളും ജീവിതത്തിൽ ഉണ്ടാവട്ടെ. ഇനി ഒരുപാട് സീരിയലുകളിൽ അഭിനയിക്കണം. നമ്മൾ പ്രേക്ഷകർ കട്ട വെയിറ്റിംഗ് ആണ് അടുത്ത കുറെ പ്രൊജക്ട്സിന് വേണ്ടിയിട്ട്. അപ്പോൾ ഓണം അടിപൊളിയാവട്ടെ. താങ്ക് യു. ഞാനും എന്റെ മോളും ഈ ഓണം സീരിയൽ ടുഡേയോടൊപ്പം.